ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുടുംബ ബന്ധങ്ങൾ എത്ര സൂക്ഷ്മതയോടെ വേണം കരിപ്പിടിപ്പിക്കേണ്ടതെന്ന് ഒരു നല്ല മാർഗനിർദ്ദേശിയായി യൂത്ത് ഗൈഡ് നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ധാരാളം പേരുണ്ട് എന്നതിന് തെളിവാണ് ഈ കത്തുകളെല്ലാം. കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത വാഗ്മിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ജീസസ് യൂത്ത് നാഷണൽ ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ റെജി ജെ കാരോട്ട് നമ്മുടെ കൂടെയുണ്ട്. റെജി സാർ, സ്വാഗതം. മാഡം, കത്തിലേക്ക് കടക്കട്ടെ. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള എനിക്ക് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം കഴിക്കേണ്ടി വന്നത് ഒരു 10ാം ക്ലാസ്സുകാരനെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി 2 കുട്ടികളുമുണ്ട്. ഭർത്താവ് ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. അതാകെ നഷ്ടത്തിലും കടത്തിലുമാണ്. എൻ്റെ ആഭരണങ്ങൾ മുഴുവൻ പണയത്തിലാണ്. ഈയിടെയായി ഭർത്താവ് കടം മേടിച്ചവർ വന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കടയിൽ പോകാനും കൂട്ടാക്കുന്നില്ല. ഓരോ ഒഴിവൊഴിവുകൾ പറഞ്ഞ് കട തുറക്കാതെ ഇരിക്കും. ഭർത്താവിൻ്റെ അമ്മയും ഒത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവിനെ എങ്ങനെ കുടുംബത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാക്കാൻ കഴിയും? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, അവരുടെ വിവാഹ ജീവിതം വളരെയേറെ ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതെ അതെ. സാമ്പത്തിക പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 2, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭർത്താവിനെ ജീവിതം മുഴുവൻ ചുമക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സ്ത്രീ വിവാഹത്തിലേക്ക് കടന്നു വരുന്നത് എനിക്കൊന്ന് വളരെ ലേറ്റ് ആയിട്ടാണ്. ലേറ്റ് മാരേജ് ആയിരിക്കാം. ഇല്ല, ലേറ്റ് മാരേജ് ആണ് അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല. കാരണം അവർ പറയുന്നത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം താമസിച്ചായിരുന്നായിരിക്കാം. പിന്നെ അവിടെയും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരപ്പൻ്റെയോ അമ്മയുടെയോ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം ഒരു പെണ്ണിനെ BEd വരെയെങ്കിലും പഠിച്ചതായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷനോ BEdോ ഉള്ള ഒരു പെണ്ണിനെ ഒരു 10ാം ക്ലാസ്സുകാരനെ, അതെ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, അവർക്ക് BEd ഉണ്ട്, അല്ലെ MEd ഉണ്ട്. അത്രയും പഠിച്ച ഒരു കുട്ടിയെ 10ാം ക്ലാസ്സുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വരുന്നു. അതൊരു എന്നൊക്കെ പറഞ്ഞാലും വിവാഹ ജീവിതത്തിൽ എഡ്യൂക്കേഷണൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീക്ക് വിദ്യാഭ്യാസം കൂടുകയും പുരുഷന് വിദ്യാഭ്യാസം കുറയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. തിരിച്ചായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. കാരണം സ്ത്രീകൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവർ വീട്ടിലെ കാര്യമൊക്കെ നോക്കി പിള്ളേരെ വളർത്തി അടുക്കളയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു നല്ല ഭാര്യയായി ഒരു പക്ഷേ അവർക്ക് മാറാൻ പറ്റും. ഇത് നേരെ തിരിച്ചാണ്. വിദ്യാഭ്യാസം കൂടിയ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ അയാൾക്കൊരു കോംപ്ലക്സ് ആദ്യം മുതലേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ എത്ര ജോലി ചെയ്താലും എത്ര ചെയ്താലും ഭാര്യയോടൊപ്പം വരത്തില്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ അയാളിൽ ഒരു കോംപ്ലക്സ് വളരുന്നത് കൊണ്ട് അയാൾ ഒരുപക്ഷെ സുപ്പീരിയർ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് ചില മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാര്യയെ ഓവർ പവർ ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അയാൾ ചെന്നെത്തുന്നിടമെല്ലാം പരാജയം. കാരണം ബിസിനസ് പരാജയമാണ്, കുടുംബജീവിതത്തിൽ അയാൾ പരാജയമാണ്. അപ്പം ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അയാളെ പുതിയ മനുഷ്യനാക്കി, ഈ ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാക്കി ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും അവർ വ്യാമോഹിക്കേണ്ട. അത് നടക്കാൻ പോകുന്ന കാര്യമേ അല്ല. പിന്നെ ഇയാളെ ഇങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. കാരണം ഭർത്താവ് എന്നുള്ള നിലയിൽ ആ മനുഷ്യനെ നമ്മൾ ചൂസ് ചെയ്തപ്പോഴുണ്ടായിരുന്ന ബലഹീനതകളാണിതെല്ലാം. വിവാഹശേഷം ഉണ്ടായതല്ല അത്. അയാൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നത് കൊണ്ട് അയാൾക്ക് ആ തലങ്ങളിൽ ചിന്തിക്കാൻ പറ്റൂ, അവളോടൊപ്പം ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ അവളെ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളാക്കി മാറ്റാൻ അവൾക്ക് പറ്റത്തില്ല, അവൾ താഴോട്ട് വരാനും പറ്റത്തില്ല. ഇത് തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കടം മേടിച്ച് വീണ്ടും വീണ്ടും അയാൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മണി മാനേജ്മെന്റ് അവൾ ഏറ്റെടുക്കുക. മണി മാനേജ്മെന്റ് അവൾ ഏറ്റെടുത്തിട്ട് എന്തുമാത്രം വരുമാനം ഉണ്ട് നമുക്ക്, ആ വരുമാനത്തിൽ എന്തുമാത്രം ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കണം. അത് അവൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഷീസ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ അവൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കിയിട്ട് എത്രമാത്രം ചെലവാക്കാം, എത്ര മിച്ചം എടുക്കാം. ഭർത്താവ് എന്തെങ്കിലും ഒരു ചെറിയ പണി ചെയ്യട്ടെ, കാരണം അയാൾക്കൊരു എൻഗേജ്മെന്റ് വേണം. അത് അധികം എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, കടം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉണ്ടാക്കുന്ന പൈസ ഭർത്താവിന് കൊടുത്തുള്ളത് നശിപ്പിക്കാതിരിക്കുക. അവളൊരു നല്ല മണി മാനേജ്മെന്റ് അവള് സ്വീകരിക്കുക. അതിനകത്ത് പിന്നെ ആദ്യം ചെയ്യേണ്ട, ആണുങ്ങൾ ചെയ്യേണ്ട പണികൾ അവൾ ചെയ്യേണ്ടി വരുന്നു, അത് അവൾ ചെയ്യാൻ തയ്യാറാകുക. ഇവിടെ ധാരാളം കുടുംബങ്ങളിൽ അങ്ങനെ സ്ത്രീകളായി പോകുന്നുണ്ട്. കാരണം പുരുഷന്മാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ധാരാളം കുടുംബങ്ങളിൽ സ്ത്രീകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യുകയും ചെയ്യുന്ന വീടുകൾ ധാരാളമുണ്ട്. അത് നമുക്കിപ്പോൾ അതിന് വരെ അയാളെ മാറ്റി ഉത്തരവാദിത്തമുള്ളവരുത്തവനാക്കി ഇനിയിപ്പോൾ അയാളെ പഠിക്കാൻ വിടാൻ പറ്റത്തില്ല, അയാളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, അയാളെ ബിസിനസ് പഠിപ്പിക്കാൻ പറ്റത്തില്ല, എല്ലാം ഇമ്പോസിബിളാണ്. ശരിക്കും കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ നമ്മൾ പറയുമ്പോൾ തുല്യ ഉത്തരവാദിത്വമാണ്. അത് ചെറുപ്പം മുതലേ ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കി അവനെ വളർത്തിയിട്ടില്ലല്ലോ അമ്മ, അല്ലെ അപ്പൻ, അവർ വളർത്തിയിട്ടില്ല. അപ്പം നമുക്ക് കിട്ടിയ ആൾ അങ്ങനെയാണ്. ഇനി ഇയാളെ ആദ്യം പോലെ പഠിപ്പിച്ചെടുക്കാൻ ഒരു ഭാര്യയെ കൊണ്ട് പറ്റുമോ? അയാളുടെ ആ ചെറുപ്പത്തിൽ കിട്ടിയ അയാളുടെ മോൾഡിങ് ഉണ്ടല്ലോ, ക്യാരക്ടർ മോൾഡിങ്, അതങ്ങനെയാണ്. അപ്പം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി അയാൾ പൊക്കോണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന അയാളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, ആ രീതിയിൽ തന്നെ കുറവുകളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. അയാളുടെ കുറവുകളോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക, അത് അയാളെ മനസ്സിലാക്കി കൊടുക്കുക. സാരമില്ല, എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുക. തിരിച്ചു പറയുന്നത് പോലെ ഒരുപക്ഷെ അവർക്ക് നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലാത്തതായിട്ട് ഇയാൾ മാറാൻ കാരണം? ഞാൻ കാണുന്ന രണ്ട് മേഖലകൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം വീട്ടിൽ വേണ്ട ഒരു ഫോർമേഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല. കിട്ടിയത് കൊണ്ട് ജീവിക്കുക, ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യുക. ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സമ്പത്തിനെ വേണ്ട പോലെ മാനേജ് ചെയ്തിട്ടുണ്ടാവില്ല. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് 10 രൂപ വരുമാനവും 12 രൂപ ചെലവുമായിരിക്കും. അത് വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ അതൊരു 9:50 9 മാറ്റാൻ കഴിഞ്ഞാൽ ഒരു ബാലൻസ് ചെയ്യുന്നതിനെ പറ്റി അവർക്ക് മനസ്സിലാവും. കുടുംബ ബജറ്റ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. ഇതൊന്നും ഒരു പക്ഷേ ബേസിക്കലി അവർക്ക് ഒരു ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ വന്നപ്പം കുറച്ച് കാശ് കൂടുതൽ പ്രതീക്ഷിച്ചേക്കാളും അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ കാശുള്ള ഒരാൾ വീട്ടിലുണ്ട്. ഇനി ഒരു പ്രശ്നം വന്നാലും ബാക്ക് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ള ഒരു ധൈര്യത്തിന്മേൽ കൂടുതൽ റിസ്ക് ഉള്ള പരിപാടികൾ ആദ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അത് ഫെയിലിയർ ആണെന്ന് കണ്ടപ്പം പുള്ളിയെ മൊത്തം അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. അല്ല, ഇപ്പൊ ഈ ഭാര്യയുടെ സാലറി പോലും ഭർത്താവ് കടം വീട്ടാനാണ് ഉപയോഗിക്കുന്നത്. അതെ, അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബ ബജറ്റ് വേണ്ടതുപോലെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് കിട്ടിയ വരുമാനത്തെക്കാളും കൂടുതൽ ചെലവാണ്. ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ വിദ്യാഭ്യാസക്കുറവ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വലിയ ബിസിനസ് ചെയ്യും. പക്ഷേ എൻ്റെ ഇൻകം നോക്കാതെ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻഡിച്ചർ ഇൻകം കൂടിയുള്ള ബാലൻസിങ് നോക്കാതെ ചെയ്യുന്ന ഒരു ഗാംബ്ലിംഗ് പോലുള്ള ഒരു പരിപാടി ആയിപ്പോണ്ടാവും. അപ്പോൾ അവിടെ അവരുടെ ഫെയിലിയർ ആയിട്ടുണ്ടാവും. പുള്ളിക്ക് ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും കടങ്ങൾ ഒരു പരിധിവരെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ള ബിസിനസ് ആണോ പ്രയോജനകരമായത്, ഇല്ലെങ്കിൽ കുടുംബത്തിന് പറ്റിയ മറ്റെന്തെങ്കിലും കൊച്ചു ജോലികൾ ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഫീൽഡിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് വീടിനെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടെയെല്ലാം സാമ്പത്തിക ഇത് കൂടുതൽ വരുന്നു, എക്സസ് ആയിട്ട് ചിലവ് വരുന്നു, അവിടെ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഭർത്താവ് ഭാര്യയുടെ പൈസ കണ്ട് തന്നെ നിൽക്കാതെ ഏതെങ്കിലും ഒരു സാമ്പത്തിക സ്രോതസ് പുള്ളി കണ്ടെത്തുകയും ഒപ്പം തന്നെ കടത്തെ ഒന്ന് ബ്രേക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ എളുപ്പത്തിൽ നടക്കും. പിന്നെ ഇവിടെ നഷ്ടത്തിൽ കൊണ്ടുപോകുന്ന കച്ചവടം ഒന്നിലെ നിർത്താൻ പാടില്ലേ? സ്റ്റോപ്പ് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യും. അതിനപ്പുറത്തേക്ക് പോകാൻ എന്നുവെച്ചാൽ ഇദ്ദേഹം വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ടാകും, കുടുംബത്തിൽ കോംപ്ലക്സുകൾ കൂടാനുള്ള സാധ്യതകൾ. അപ്പം ഏതെങ്കിലും ഒരു സാമ്പത്തിക കുറഞ്ഞ വരുമാനമാണെങ്കിലും ഉള്ള ഒരു സംഭവം തുടങ്ങുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്യുകയും ഇത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംഭവം ചെയ്യുകയോ ചെയ്യുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. മാഡം, ഇവിടെ ഒരു ചെറിയ അപകർഷതാബോധത്തിന്റെ പ്രശ്നവും ഉണ്ടെന്ന് തോന്നുന്നു. ഈ അപകർഷതാബോധം എങ്ങനെ കുടുംബജീവിതത്തെ ബാധിക്കാം? ഈ അപകർഷതാബോധം എന്ന് പറയുന്നത് ഇപ്പം ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, പല ആണുങ്ങളും ചെയ്തു വെക്കുന്ന ഒരു പരിപാടിയാണ്. പഠിക്കാൻ വിട്ടാൽ പഠിക്കുകയില്ല, ജോലിക്ക് പോകത്തില്ല, എന്നിട്ട് കല്യാണം കഴിക്കാൻ നേരം വിദ്യാഭ്യാസമുള്ള അല്ലെ വിദേശത്ത് ജോലിയുള്ള അല്ലെ നല്ല വരുമാനമുള്ള ഒരു പെണ്ണിനെ അങ്ങ് കല്യാണം കഴിക്കും. അതിനകത്ത് 2-3 ലാഭങ്ങളുണ്ട്. ഒന്ന്, ഭാവി തലമുറ വിദ്യാഭ്യാസമുള്ളവരാകുക, കാരണം പിള്ളേരെ പഠിപ്പിച്ചെടുക്കുന്ന ജോലി ഭാര്യയ്ക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന പണം. വിദേശത്ത് ഇപ്പോൾ ജോലിയുള്ള നേഴ്സുമാരൊക്കെ ഇവിടെ ധാരാളം വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേർ കല്യാണം കഴിച്ചിട്ട് ഇതേ പരിപാടിയുണ്ട്, വരുമാന മാർഗം. നല്ലൊരു റിട്ടേൺ ആയിട്ട് ഭാര്യയെ കരുതി. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപകർഷതാബോധം എന്ന് പറയുന്ന അവൻ പർപ്പസ്ഫുള്ളി ചെയ്ത ഒരു കാര്യമാണ്. അവനും അവളുടെ വീട്ടുകാരുടെ സാഹചര്യങ്ങൾ മൂലം കല്യാണത്തിന് വന്നെന്ന് പറഞ്ഞാലും
അവനും മനസ്സിലാവൂല, അവനെല്ലാം ആണായിരുന്നില്ല, ഞാൻ കെട്ടുന്ന പെണ്ണ് എന്നെക്കാൾ എഡ്യൂക്കേഷൻ കൂടുതലുണ്ട്. അപ്പൊ പിന്നെ ആ സമയത്ത് അപകർഷതാബോധം അവനെ ബാധിച്ചില്ലല്ലോ. ആ സമയത്ത് അവനെ ഓർത്തത് ബിസിനസ്സിൽ അവന് കൂടുതൽ ഇൻകം ഉണ്ട്, അപ്പൊ ആ ഇൻകത്തിൽ നിന്നും കൂടി ബാലൻസ് ചെയ്യാൻ ആ ചിന്തിച്ചിട്ടുണ്ട്. സമയത്ത് വലിയ ഇൻകം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, കെട്ടാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങി വെച്ച് കാണും സാർ. അതാണ് പല ആണുങ്ങളും കാണിക്കുന്ന പരിപാടിയാതെ. കെട്ടാൻ വേണ്ടി, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങി വെച്ചു. ഇവനെ സംബന്ധിച്ചുള്ള 10ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസം, അതിനപ്പുറം വലിയ ബിസിനസ് ഒന്നും അവന് ചെയ്യാൻ പറ്റത്തില്ല. ആ അപകർഷതാബോധം മാറണമെങ്കിൽ അവൻ ആദ്യം ആണത്തത്തോടെ, തൻ്റെ ഇടത്തോടെ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കണം. അല്ല വേറെ, അതിപ്പോ വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഭാര്യയുടെ വരുമാനം ആണെങ്കിലും മതി, അതൊന്ന് മാനേജ് ചെയ്താൽ മതി അവൻ. അപ്പൊ അവന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യയ്ക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ, അല്ലെ ഒരു മലയാളിയുടെ കൾച്ചറിൽ ഭർത്താവിന് തന്നെയാണ് സ്ഥാനം. ഈക്വാലിറ്റി എന്നൊക്കെ നമ്മളിവിടെ പറയുന്നതേ ഉള്ളൂ, അതങ്ങ് ഒരു വീട്ടിലും ഇല്ല. അപ്പൊ ഭർത്താവിന് തന്നെയാണ് സ്ഥാനം. ആ സ്ഥാനം അവൻ ഏറ്റെടുക്കട്ടെ. അപ്പൊ അവന്റെ അപകർഷതാബോധം അങ്ങ് മാറും. ഞാൻ ഭർത്താവാണ്, അവൾ എൻ്റെ ഭാര്യയാണ്. അപ്പൊ അവളുടെ വരുമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളത്. അവൾ അധ്വാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവളെ ഞാൻ അതിനനുസരിച്ച് സ്നേഹമോ കരുതലോ സപ്പോർട്ടോ ഒക്കെ കൊടുത്താൽ ആ വരുമാനം ഞങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനമാണ് എന്നുള്ള ചിന്ത അയാൾക്കുണ്ടാകണം. ഇതാണ് പ്രശ്നം. അല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനമാണിത്. ആരുമായിട്ട്, അത് ഭാര്യയായാലും ഭർത്താവായാലും ഉണ്ടാക്കുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ദൈവം ചിലപ്പോൾ ഇവന്റെ മുഴുവൻ കൊടുത്താൽ അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവളെ ഇങ്ങനെ ആ കുടുംബത്തിന് ഒരു രക്ഷകയായിട്ട് അയച്ചത്. അവളെ ഒരു മെസ്സഞ്ചറായിട്ടോ ഒരു രക്ഷകയായിട്ടോ അങ്ങോട്ട് അയച്ചു എന്ന് അവൾക്കും കരുതാനാവും. അവൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു തോന്നൽ. പക്ഷെ അതൊരു പക്ഷെ അവൾ ഓവർ പവർ ചെയ്യാതെ ഭർത്താവിനെ മനസ്സിലാക്കുക, ഇത് നമുക്കായിട്ടുള്ള വരുമാനമാണ്, നമ്മുടേതാണ്, നിങ്ങൾ വിഷമിക്കണ്ട, പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് അങ്ങ് നിർത്തുക. നിർത്തിയിട്ട് നിങ്ങളൊരു ചെറിയ ജോലിക്ക് പോകുക, അത് എൻഗേജ്മെന്റ്, നിങ്ങൾ ഒരു ശമ്പളം ഒന്നും കൊണ്ടുവരണ്ട, നിങ്ങൾക്കുള്ള കാര്യം നോക്കുക, ബാക്കി കാര്യം ഞാൻ നോക്കാം. അന്ന് അവൾ തൻ്റെ ഇടത്തോടെ ഒന്ന് ഏറ്റെടുത്താൽ മതി. അങ്ങനെ എത്ര സ്ത്രീകൾ ഏറ്റെടുക്കുന്നു. അപ്പൊ അവന്റെ ആ അപകർഷതാബോധം മാറാനായിട്ടുള്ളത് അവൾ ഒരുമിച്ച് അവനെ കൂടെ കൊണ്ടുപോവുകയും അവൾ ഒന്ന് അംഗീകരിക്കുകയും ചെയ്യുക, അക്സെപ്റ്റൻസ് കൊടുക്കുക. മാഡം, നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. എൻ്റെ പേര് പ്രകാശ്. ഞാൻ വിവാഹമോചിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. കുട്ടികൾ എൻ്റെ കൂടെയല്ല, വൈഫിൻ്റെ കൂടെയാണ്. കല്യാണത്തിന് മുമ്പ് ഞാനൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. അവൾ എൻ്റെ വീട്ടിൽ നിന്ന് വളർന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. 11 വർഷം ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. ഞാൻ വേറെ കല്യാണം കഴിച്ചു, അവളും വേറെ കല്യാണം കഴിച്ചു. പക്ഷേ വിവാഹമോചനം നേടി. ഒരു മകളുമുണ്ട്. ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾക്ക് ഒത്തിരി ആണുങ്ങളുമായി അടുപ്പമുണ്ടെന്ന്. ഞാൻ ആകെ തകർന്നുപോയി. ഈ പെൺകുട്ടിയെ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓക്കെ, ആ ക്വസ്റ്റ്യനകത്ത് 2 കാര്യങ്ങളാണ്. 2 പേര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ചെറുപ്പത്തിൽ. അതെ. അവർ 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല, കല്യാണം കഴിക്കാൻ പറ്റിയില്ല. സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഇയാളൊരു റിച്ച് ആണ്, അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഇയാളുടെ വീട്ടിൽ നിന്ന് വളരുക. അപ്പം അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റാതെ പോകുന്നത്. കാരണം കുടുംബ സാഹചര്യങ്ങളേക്ക് എതിരാണ് അയാളുടെ ബന്ധുക്കൾ, ബന്ധങ്ങൾ. അപ്പം എല്ലാവരും ആരും സമ്മതിക്കത്തില്ല. ബട്ട് 11 വർഷം ഇവർ തമ്മിൽ രഹസ്യമായി അടുപ്പത്തിലാണ് തന്നെ. പരസ്യമായിട്ട് അവളെ സ്വീകരിക്കാൻ ആ സമയത്ത് പറ്റിയില്ല. പാവപ്പെട്ട പെൺകുട്ടിയായിട്ട് അവളെ തഴഞ്ഞു. അവൻ വേറെ കല്യാണം കഴിച്ചു, പിള്ളേരൊക്കെ ആയി ജീവിതം നയിച്ചു. ഇവളെ വേറെ കെട്ടിച്ചു വിട്ടു. അവൾക്കും ഒരു പെൺകുട്ടി ഉണ്ടായി. അവളും വിവാഹം അവൾക്കും പറ്റുന്നില്ല അവിടെ. കാരണം അവളെ ചെറുപ്പം മുതൽ ഒരാൾ മിസ്യൂസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇട്ടിട്ട് പോയതിൻ്റെ ഒരു വാശി, വൈരാഗ്യം, വേദന അവൾക്കുണ്ട്. കാരണം ആരോരും ഇല്ലാത്ത കുട്ടി, പാവപ്പെട്ട കുട്ടി. അപ്പം അവൾക്ക് ഉണ്ടായിട്ടുള്ള ആ മാനസിക പിരിമുറുക്കങ്ങൾ ആ കല്യാണ ജീവിതത്തിൽ അവൾക്ക് ഭർത്താവിനോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. അവിടെ ഒരു കൊച്ചുണ്ടായി, അയാളെ ഇട്ടിട്ട് അവൾ തിരിച്ചു വരിക, മറ്റേ അയാളും തിരിച്ചു വരികയാണ്. തിരിച്ച് ഇവർ വരുന്ന സമയത്ത് ഇപ്പൊ സ്വീകരിക്കാനുള്ള മനസ്സ് ഇയാൾ കാണിക്കുമ്പോൾ ഇവള് ഒത്തിരിയേറെ മോശമായിപ്പോയി ഈ സ്ത്രീയുടെ ജീവിതം. അതാണ് ആ കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഗം. ഈ സ്ത്രീയുടെ ജീവിതം ഈ മോശമായി പോകാൻ ഒരു പരിധിവരെ ഇയാൾ കാരണക്കാരനാണ്. ഇയാൾ കാരണക്കാരനാണ്. കാരണം ഇയാളോടുള്ള വാശി, രണ്ടാമത്തെ ഭർത്താവിനോടുള്ള വാശി, ആണുങ്ങളോടുള്ള വാശി, ഈ ആണുങ്ങളോടുള്ള വൈരാഗ്യ ബുദ്ധിയും വാശിയും അവളെ വഴിവിട്ട പല ബന്ധങ്ങളിലും കൊണ്ടേ എത്തിക്കുന്നു. പക്ഷേ അത് അവളൊരു നോർമലായിട്ട് ചിന്തിക്കുന്ന കുട്ടിയല്ല. ചെറുപ്പം മുതലേ വന്ന കുഴപ്പങ്ങളാണ്. ആ ചെറുപ്പം മുതലേ വന്ന കുഴപ്പങ്ങളിൽ അവൾക്ക് സ്നേഹം കിട്ടുന്നില്ല. ഇവിടെ ഒരിടത്തും നീതി കിട്ടുന്നില്ല. ഒരിടത്തും സ്നേഹം കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല. പിന്നെ കല്യാണം കഴിച്ചവനും പ്രണയിച്ചവനും ഇട്ടിട്ട് പോകുമ്പോൾ ആണിനോട് വൈരാഗ്യം തീർക്കുന്ന ആ വൈരാഗ്യ ബുദ്ധി അവളുടെ ഒരു ഇന്നർ കോൺഷ്യൻസിൽ ഡെവലപ്പ് ചെയ്തു.
ആ ഡെവലപ്മെന്റിൽ നിന്നാണ് ഈ പെൺകുട്ടി ചീത്തയായിരിക്കുന്നത്. പക്ഷെ ഇവളെ നമുക്ക് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ അയാൾ ഏതായാലും അവളെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം വരികയാണ്. എനിക്ക് ആ മനുഷ്യനോട് പറയാനുള്ള കാര്യം, ഈ കുട്ടിയെ ഒരു നല്ല കൗൺസിലിങ്ങിന് വിധേയമാക്കി അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിയൊക്കെ കൊടുക്കണം. അവളുടെ മനസ്സിലെ പാപബോധമുണ്ട്, കുറ്റബോധമുണ്ട്, അവൾ ചെയ്തു കൂട്ടിയ ഒത്തിരി അപരാധങ്ങൾ അവളുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നെല്ലാം അവളെ വിമുക്തയാക്കി എടുക്കണം ആദ്യം. ഷീ നീഡ്സ് സം സൈക്കോ തെറാപ്പീസ്. ആ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് അവളൊരു നോർമൽ ലൈഫിൽ വരും, യാതൊരു പ്രശ്നവുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. കാരണം പിള്ളേരുണ്ടല്ലോ. പിന്നെ ആദ്യത്തേത് ഭാര്യയുടെ കൂടെയാണ്, രണ്ടാമത്തേത് ഇവളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തതായ യാതൊരു തടസ്സവും ഇതിനകത്തില്ല. ആ മനുഷ്യനൊന്ന് മനസ്സ് വെച്ചാൽ ആ സ്ത്രീക്ക് ഒരു നല്ല ജീവിതം കിട്ടും. ഒത്തിരി പേരുടെ ജീവിതം ഇവള് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അവരെല്ലാം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. പിന്നെ ഇവളുടെ മകൾ ഇത് കണ്ടു വളരുന്നുണ്ട്, അമ്മ വരുന്ന വഴിയിലൂടെ. അപ്പം ആ മകൾക്കൊരു ജീവിതമാകും എല്ലാം. പക്ഷെ അവർക്കൊരു സ്ഥിരമായിട്ട് ഒരു നല്ല കൗൺസിലിങ്, ഒരു സൈക്കോ തെറാപ്പി എന്തെങ്കിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അത് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ ഇത്തരം ധാരാളം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, ആ പെൺകുട്ടി പല സ്ത്രീകളുടെയും ഒരു മോഡലാണ്. പല സ്ത്രീകളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറുപ്പത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ വേദനകൾ, പിന്നെ ആരുടെയും കൂടെ കല്യാണം കഴിച്ചു പോകുമ്പോൾ അവരോട് നീതി പുലർത്താൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ, ഇത് സമാന സ്വഭാവമുള്ള ധാരാളം കേസുകൾ എനിക്ക് വരാറുണ്ട്. ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരിക്കൽ പോലും ജീവിതത്തിൽ നല്ലപോലെ ജീവിക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല, നന്നായിട്ട് ജീവിക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വരുന്ന ഒരു കുഴപ്പമാണത്. അത് തീർച്ചയായിട്ടും ഒരു മാനസിക രോഗത്തിൻ്റെ ലെവലിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും. പിന്നെ ഇതില്ലാതെ പറ്റത്തില്ല. ഇതിനകത്ത് അവരൊരു ഗൂഢമായ സന്തോഷം കണ്ടെത്തുക, അല്ലാതെ അതൊരു ശരിക്കുള്ള സന്തോഷമല്ല. ഒരു ഗൂഢമായ സന്തോഷം കണ്ടെത്തുക, ഒരു വാശി, ഒരു വൈരാഗ്യം, പ്രതികാര ബുദ്ധി, അതാണിപ്പോൾ ഈ സ്ത്രീയിലുള്ളത്. അത് മുഴുവൻ മാറ്റിക്കളയണം. മാറ്റിക്കളയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് തമ്മിൽ ഒരു റിയൽ ലവ് വരുമോ എന്ന സംശയമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെട്ട പല കേസുകളും വിവാഹത്തിന് ശേഷം പ്രശ്നങ്ങളായി തീരാറുള്ളത് എന്തെങ്കിലും സമാന അനുഭവങ്ങൾ സാറിന് ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഞാൻ ഈ കേസിൽ തന്നെയാണെങ്കിലും അവർ അല്പം കൂടി ഒരു ദൈവോന്മുഖമായുള്ള ജീവിതം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആ കാര്യങ്ങളിലൊന്ന് ഫേസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി ഭംഗിയായി ജീവിക്കാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കേസ് ഇങ്ങനെ കണ്ടത്, ഒരു കേസ്, പല കേസിലൊന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഒരു കുട്ടി, അവളുടെ ചെറുപ്പത്തിൽ അമ്മാവന്മാരാൽ പല പ്രാവശ്യം മിസ്യൂസ് ചെയ്യപ്പെട്ട കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഒരു പുരുഷനെയും അവൾക്ക് ഇഷ്ടമില്ല, കാണാനോ നോക്കാനോ ഇഷ്ടമില്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. എല്ലാ പുരുഷന്മാരെയും പേടിയാണ്. അപ്പം അവളോട് കുറേ ദിവസങ്ങളോളം സംസാരിച്ചു. ഒരു പ്രോഗ്രാമിനിടയിൽ പല പ്രാവശ്യം സംസാരിച്ചു. സ്റ്റേജിൽ വരാൻ ഭയങ്കര വിഷമം, ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ വിഷമം, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മുമ്പിൽ അടുത്ത് പോലും ഗ്രൂപ്പിൽ പോലും സംസാരിക്കാൻ വിഷമം. അത് ബോധപൂർവം ഒരു വർഷത്തോളം ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഭംഗിയായിട്ട് ദൈവോന്മുഖമായി ജീവിക്കാൻ തീരുമാനിച്ചു. വിവാഹ ജീവിതത്തിന് തയ്യാറായി. രണ്ടിനും തയ്യാറല്ല, എന്ന് വെച്ചാൽ കോൺവെന്റിൽ പോകാനോ അങ്ങനത്തെ ഒന്നും അതിനും താല്പര്യമില്ല, ഇതിനും താല്പര്യമില്ല. ലോകത്തോട് തന്നെ വെറുപ്പുണ്ടായിരുന്ന ആ കുട്ടി ഒരു വർഷത്തെ അവളുടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും സംസാരങ്ങൾക്കൊക്കെ ഒടുവിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു. ഇടയ്ക്കൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. വളരെ ദൈവോന്മുഖമായി, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ഒരു അന്തസത്ത, അതിൻ്റെ പരിപൂർണതയിൽ തന്നെ ആസ്വദിക്കുന്നതായിട്ട് ഇതുവരെയുള്ള ഒരു 5-6 വർഷത്തെ ഒരു കണ്ടിന്യൂസ് ഉള്ള ബന്ധം നോക്കിയിട്ട് വളരെ നന്നായിട്ട് തന്നെ പോകുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ഇത്തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ, ശാരീരികമല്ലെങ്കിൽ മാനസികമല്ലെങ്കിൽ സാമ്പത്തികം, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും വേണം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വെച്ചാൽ, ഇപ്പം അമ്മാവൻ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു കുട്ടിയും അമ്മാവൻ്റെ അടുത്ത് പോകുന്നത്, ചേട്ടൻ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു കുട്ടി ചേട്ടൻ്റെ അടുത്ത് പോകുന്നത്, കസിൻസ് മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അങ്ങനെ വന്നു പോയതിനെ ഇനി നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അത് നടന്നുപോയി. അത് അവസാനിപ്പിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് വരാനായിട്ട്, ഒരു പുതിയ ശക്തിയിലേക്ക് വരാനായിട്ട്, പുതിയ ശരീരം അല്ലെ, പുതിയൊരു ആത്മാവിൻ്റെ അഭിഷേകം അതുണ്ടായി കഴിയുമ്പോൾ ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എനിക്കും തോന്നിയ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഇന്നർ ഹീലിംഗ് ആവശ്യം അവർക്ക്, തീർച്ചയായും. ഒരു ആന്തരിക സൗഖ്യ പെൺകുട്ടിക്ക് ആവശ്യമാണ്. ചെറുപ്പം മുതലേ അവൾക്ക് ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണല്ലോ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരു ആന്തരിക സൗഖ്യ ധ്യാനം അല്ലെങ്കിൽ ഒരു ആന്തരിക സൗഖ്യം വേണം, ഇന്നർ ഹീലിംഗ് വേണം. അപ്പം അത് കിട്ടിയിട്ടില്ല ഒരിടത്തും. അതാ എവിടെയാണേലും ഒരു തെറ്റ് ആദ്യം ചെയ്തപ്പോൾ അത് തെറ്റായിട്ട് തോന്നിക്കാണും, പിന്നീട് പലതവണ ഒരു തെറ്റ് തന്നെ ആവർത്തിക്കുമ്പോൾ തെറ്റായിട്ട് ഈ തോന്നുന്നില്ല. കുട്ടിയെ അതാണല്ലോ സംബന്ധിച്ചിടത്തോളം 11 വളരെ വർഷം. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ട് പലരുടെ ആശ്രയത്തിൽ കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ ആശ്രയിക്കുകയാണ്. അതെ അതെ. അപ്പൊ ആശ്രയിക്കുമ്പം പിന്നെ കൽപ്പിക്കുന്ന അനുസരിക്കുക അവള്. അത് അവൾക്ക് എതിർക്കാൻ പറ്റില്ല. അവിടെയാണ് അവളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അവള് ബലഹീനയാണ്. അവൾക്ക് പണമുള്ളവന്റെ വീട്ടിൽ അവൾ അടുക്കളക്കാരിയോ അല്ലെങ്കിൽ ജോലിക്കാരി എന്തോ ആയിട്ട് അവിടെ വരികയാണ്, ആശ്രിതയായിട്ട് വരിക. അവളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് എന്തും അനുസരിക്കും, അനുസരിച്ചേ പറ്റൂ. ചിലപ്പോ അവൾ ആത്മാർത്ഥമായിട്ട് അയാളെ സ്നേഹിച്ചു കാണും, പിന്നെ അത് അയാൾ കുറെ പൈസ കഴിയുമ്പോൾ സ്നേഹത്തിലേക്ക് വന്നു കാണും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിൽ അയാൾ വലിയൊരു വഞ്ചന നടത്തി അവിടെ. അതെ, പണത്തിന്റെ പുറത്ത് അയാളൊരു വഞ്ചന നടത്തി, അവളെ ചീറ്റ് ചെയ്തല്ലോ. ആ ചീറ്റ് ചെയ്തതിന്റെ അവര് പിന്നെ അവൾ കല്യാണം കഴിച്ചെങ്കിലും വീണ്ടും അവൾ അവനെ സ്നേഹിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ അവര് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പ്രായച്ചിത്തമായിട്ട് കാണാം നമുക്കതിനെ. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് അതൊരു പ്രായച്ചിത്തം. അയാൾ ആ പെൺകുട്ടിയോട് ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് പെൺകുട്ടി ഇങ്ങനെ ആയിപ്പോയത്. തിരിച്ചവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അയാളുടെ ഒരു ബാധ്യതയാണ്. അത് അയാള് സന്തോഷത്തോടെ ഏറ്റെടുക്കുക, അതാണ് ഒരു ആവശ്യം. പിന്നെ അവർക്ക് ഒരുമിച്ച് ഒരു നല്ല ദൈവികമായ ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാം. ആന്തരിക സൗഖ്യ ധ്യാനം അവര് 1-2 പ്രാവശ്യം അങ്ങ് കൂടിക്കഴിയുമ്പോൾ അവർക്ക് ആ ദൈവമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മളിപ്പോൾ ഇത് കരുണയുടെ വർഷമാണ്, ദൈവം കരുണാമയനാണ്. അപ്പൊ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനാവും. ഇങ്ങനെയുള്ള വേദനിക്കുന്ന അനേകായിരം സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ഉണ്ടാവും. ഒത്തിരിയേറെ പെൺകുട്ടികൾക്ക് മോശമായ സാഹചര്യങ്ങൾ വന്ന് അവർ നശിച്ചു പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരും, ഭർത്താവിനെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നവർ, ഭാര്യയെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ, മിക്കവാറും ഈ പാരനോയിഡ് വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. പാരനോയ എന്ന് പറയുന്ന മാനസിക രോഗമാണ് സംശയരോഗം എന്ന് പറയുന്നത്. ഈ സംശയരോഗം ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. ഇതുപോലെയുള്ള ധാരാളം പേർക്ക് ഇതൊരു വഴികാട്ടിയാവാനായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. കാരണം അത് ഹീൽ ചെയ്യപ്പെടേണ്ടതാണ്. അതോർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ തമ്പുരാൻ അറിയാതെ, ദൈവം അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. പാപികളെ തേടി വന്നവനാണ് ദൈവം. കരുണയുള്ളവനായ ദൈവത്തിന്റെ മുന്നിൽ കരുണ തേടിയാല് ഇതെല്ലാം ഹീൽ ചെയ്യപ്പെടും. നല്ലൊരു ജീവിതം ഒരു പക്ഷേ ഇവർക്ക് നയിക്കാനും ആവും. രണ്ടുപേരും നന്നായിട്ടൊന്ന് പറഞ്ഞു കുമ്പസാരിച്ച് ഒരു തീർച്ചയായിട്ടും ഒരുക്കം നേടി വിവാഹ ജീവിതത്തിലേക്ക് തന്നെ അവർക്ക് അത് വലിയൊരു തിരിച്ചുവരവാണ്. ഒത്തിരി പിന്നെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും. പവിത്രമായ കുടുംബ ബന്ധങ്ങളിൽ കാലം വരുത്തുന്ന ചില വ്യതിയാനങ്ങൾ അത് ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായിട്ട് കുടുംബജീവിതം നയിക്കുന്നവർ കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ പെടാതെ നല്ലൊരു വിവാഹ ജീവിതം നയിച്ച് മുന്നേറുവാൻ പ്രത്യേകിച്ചും യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ മറ്റു ചില കത്തുകളുമായി. അതുവരേക്കും നന്ദി.